അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം ഒരു നിമിഷം നിങ്ങളെല്ലാവരും ചിന്തിച്ചു പോകേണ്ട ഒരു വസ്തുതയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെല്ലാവരും നബിദിനത്തിന് റാലിയൊക്കെ വരുമ്പോൾ, ഘോഷയാത്രയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ നല്ല ഒരു നിയ്യത്ത് ചെയ്തിട്ടാവും പല സാധനങ്ങളും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുക, അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ ജ്യൂസ് നബിദിനത്തിന് ഇഷ്ടം പോലെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ ജ്യൂസ് നബിദിനത്തിന് ഇഷ്ടം പോലെ. ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമ്മളെ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നബിദിന ഘോഷയാത്ര ഉത്തരവാദിപ്പെട്ടവർ ജാഗ്രത. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആഘോഷ പരിപാടികൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടായിരിക്കണമെന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ടു തന്നെയാണ് നമ്മുടെ നാടുകളിലെല്ലാം നബിദിന ഘോഷയാത്രകൾ നടന്നു വരുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിക്കപ്പെടുമ്പോഴും മാമ്പഴം ഇല്ലാത്ത മാങ്ങാ ജ്യൂസും ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ ജ്യൂസുമെല്ലാം ആഘോഷ പരിപാടികൾക്കിടയിൽ യഥേഷ്ടം വിതരണം ചെയ്യപ്പെടുകയും വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ജ്യൂസുകൾ കുടിക്കരുതെന്ന് പ്രോട്ടോകോളിൽ കാണില്ല. അവ നിറച്ച ബോട്ടിലുകളും മാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയരുതെന്നാണ് നിർദ്ദേശങ്ങളിൽ ഉള്ളത്. നമുക്ക് ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനത്തെ മാമ്പഴമില്ലാത്ത മാങ്ങാ ജ്യൂസും ആപ്പിളില്ലാത്ത ആപ്പിൾ ജ്യൂസും അതൊന്നും കുടിക്കരുതെന്ന് ആ പ്രോട്ടോകോളിൽ കാണൂല. നമ്മൾ ഹരിത പ്രോട്ടോകോൾ പാലിക്കുക പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഹരിത പ്രോട്ടോകോൾ എന്നാൽ എന്താണെന്നറിയില്ല. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി മാലിന്യം കുറയ്ക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുകയും പ്രകൃതി സൗഹൃദ രീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഹരിത പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഉദാഹരണം, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുക, തുണിസഞ്ചി ഉപയോഗിക്കുക, ചടങ്ങുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഹരിത പ്രോട്ടോകോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുക എന്നുള്ളതിൽ എന്താ പറഞ്ഞിരിക്കണത്? നമ്മൾ ഇപ്പോൾ ഓരോ ജ്യൂസുകൾ അങ്ങനത്തെ ഇപ്പോൾ ചെറിയ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിറച്ച ബോട്ടിലുകളും മാലിന്യങ്ങളൊന്നും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയരുത് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു വർഷം മുഴുവനായി വിറ്റുതീരുന്ന ഇത്തരം ജ്യൂസുകളുടെ ഏകദേശം 17 ഇരട്ടിയാണ് നബിദിനത്തിൻ്റെ ഒറ്റ ദിവസത്തേക്ക് മാത്രമായി വിൽപ്പന നടക്കുന്നത് എന്നാണ് കണക്ക്. ആപ്പിളിൻ്റെയും മാമ്പഴത്തിൻ്റെയും ഒന്നും ഒരു അംശം പോലും ഇല്ലാതെ വിവിധ രാസപദാർത്ഥങ്ങൾ മാത്രം ചേർത്ത് ഫ്രൂട്ട്സുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ബഹുവർണ്ണ ലേബലുകളും പതിച്ച് 10-20 രൂപയ്ക്ക് നമ്മുടെ കൈകളിലെത്തുന്നവയ്ക്ക് ഒറിജിനിനെ വെല്ലുന്ന രുചിയും മണവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടവുമാണ്.
നമ്മൾ എളുപ്പപ്പണിക്ക് നമ്മൾ ഉണ്ടാക്കണതിന് ഇതിനൊക്കെ മടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറത്തുനിന്ന് 10-20 രൂപ കൊടുത്തിട്ട് അത് വാങ്ങും. പക്ഷെ അതിൽ ഫുള്ള് എസെൻസോ ഓരോരോ രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ട് ആകും. അല്ലാതെ ഒറിജിനൽ ആപ്പിൾ ആവില്ല. ഒറിജിനൽ ആപ്പിളിന് 1 കിലോന് എങ്ങനെ അത് പാല് കൂട്ടി അടിച്ചുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നമ്മൾ ചിന്തിച്ചേണ്ടിയിരിക്കുന്നു. നമ്മളത് അല്ലെങ്കിൽ നമ്മളത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലടിച്ചുകാണ്ട് ഗ്ലാസ്സിൽ പാർന്ന് കടലാസിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പാർന്ന് കൊടുക്കുക. അതിനെക്കുറിച്ചിട്ടൊക്കെ കേട്ടോ പറയണത്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണു. കാരണം അത് വളരെ നമ്മളെ ബോഡിക്ക് വളരെ അധികം നമുക്ക് എഫക്റ്റീവാണത്. നല്ല നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ എങ്ങനെ പറയാം, അതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൽ അങ്ങനെ എന്തോന്ന് പറയുമല്ലോ, ഇപ്പം കിട്ടണില്ല. ദോഷം ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ അത്. നബിദിനത്തിന് വേണ്ട കണക്കില്ലാത്തത്ര ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളുടെ നിർമ്മാണം കമ്പനികളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. ആപ്പിൾ, മാമ്പഴം, സ്ട്രോബെറി തുടങ്ങിയ ഫ്രൂട്ട്സുകളുടെ രുചിയും മണവും നൽകുന്ന ഫ്ലേവറുകളും രാസപദാർത്ഥങ്ങളുമെല്ലാം അവർക്ക് ഇഷ്ടം പോലെ ലഭ്യമാണ്. എന്നാൽ ശുദ്ധജലത്തിൻ്റെ ആവശ്യത്തിനുള്ള ലഭ്യതയാണ് അവരുടെയൊക്കെ പ്രശ്നം. എന്നാലും നിർമ്മാണം നിർത്തിവെക്കുകയൊന്നുമില്ല. നബിദിനാഘോഷം കളറാവേണ്ടേ? ലഭ്യമായ വെള്ളം കൊണ്ട് നിർമ്മിച്ച് നബിദിനാഘോഷത്തിലേക്ക് എത്തിച്ചു തരും എന്ന ദൃഢനിശ്ചയത്തിലാണവർ. ബോട്ടിലുകളിൽ കിട്ടുന്ന ഇത്തരം വിഷപാനീയങ്ങൾ നബിദിന റാലികളിലും മീലാദ് സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്ന കുഞ്ഞുമക്കൾക്കും ബഹുജനങ്ങൾക്കും വാങ്ങിക്കൊടുക്കുന്നത് ഇല്ലാതാക്കാൻ മഹല്ല് നേതൃത്വത്തിന് കഴിയും. തീരുമാനമെടുക്കാൻ വൈകിക്കൂടാ. ഇതുപോലെ തന്നെയാണ് ലേസ്, കുറുകുറെ എന്നിവ പോലുള്ള ഫ്രൈ ഐറ്റംസ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റുകളും. ബിസ്ക്കറ്റിൽ മൈദ, ഉപ്പ്, ഷുഗർ ഇവയല്ലാതെ ഒരു പ്രോട്ടീനും ആ ബിസ്ക്കറ്റുകളിലില്ല. അസംസ്കൃത വസ്തുക്കളായി ഫ്ലേവറുകളും മറ്റും കെമിക്കലുകളും മാത്രം ചേർത്ത് നിർമ്മിക്കുന്ന പല പാനീയങ്ങളുടെയും നിർമ്മാണത്തിൻ്റെ A-to-Z വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കറിയുകയാണെങ്കിലും നമ്മൾ പിന്നെ അതൊക്കെ ഉപയോഗിക്കും. അതൊക്കെ നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യും. പണ്ടുള്ള ശരീരമല്ല ഇപ്പോഴുള്ള ആൾക്കാരുടെ ശരീരം, രണ്ടും വ്യത്യാസമുണ്ട്. പണ്ടുള്ളവർക്ക് നല്ല ആരോഗ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പ്രായത്തുമ്പോൾ തന്നെ നമുക്ക് ഒന്നിനും കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഘോഷയാത്രയൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ കലക്കിയ അങ്ങനത്തെ വെള്ളങ്ങൾ കൊടുക്കുക. ഇങ്ങനത്തെ ഈ ബോട്ടിലുകളും ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക, അത് കൊടുക്കാതിരിക്കുക. അപ്പോൾ നബിദിനായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും സന്തോഷമൊക്കെ തന്നെയാണ്. എല്ലാവരും സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മളതൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷെ നമ്മളൊരു നിമിഷം ചിന്തിച്ച് നോക്കുക, അത് എവിടുന്ന് വരുന്നു, അതിലെന്താണുള്ളത്, അത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മളതൊക്കെ ചിന്തിച്ച് ഉപകാരമുള്ളത് കൊടുക്കുക. അത് നല്ല നീയത്ത് വെച്ചിട്ട് കൊടുക്കുക. കൊടുക്കുന്നത് നല്ല നീയത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനത്തതൊന്നും കൊടുക്കാതെ, ശരീരത്തിന് ഹാനികരമായതൊന്നും കൊടുക്കാതെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചീരണി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈത്തപ്പഴം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് വീതം കൊടുത്താലും അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ ആ രീതിക്ക് നമ്മൾ കൊടുക്കുക. ഇങ്ങനത്തത് കൊടുക്കുമ്പോൾ അതിലെത്രത്തോളം അതിൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കണ്, രാസപദാർത്ഥങ്ങളെ കൊണ്ടാണോ ഒറിജിനലാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ എന്ത് ഒരു അമൽ ചെയ്യുമ്പോഴും നമ്മൾ നല്ല നിയ്യത്തോടു കൂടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അതേപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ നീങ്ങണമെങ്കിലോ ബുദ്ധിമുട്ടൊക്കെ മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ നമ്മളെ ആവശ്യം നിറവേറും. എന്തെങ്കിലും പ്രയാസമൊക്കെ ആണെങ്കിൽ ആ പ്രയാസം നീങ്ങി കിട്ടും, ബുദ്ധിമുട്ടാണെങ്കിൽ അത് അകലും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും, അത് ഉറപ്പാണ്. ചിലപ്പോൾ അതിനുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരില്ല, അത് കുറച്ച് താമസം പിടിച്ചാൽ അല്ലെങ്കിൽ അപ്പം തന്നെ ശരിയാവും, അല്ലെങ്കിൽ അള്ളാഹു അതിൻ്റെ വേറൊരു രീതിയിൽ വേറൊരു വേർഷനാക്കിയിട്ട് നമുക്ക് നമ്മുടെ അനുയോജ്യമായ രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബിദിനൊക്കെയാണ് വരുന്നത്. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും റബീഉൽ അവ്വൽ 12 ആവാനായില്ലേ. അപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ നല്ല നിയ്യത്ത് വെച്ച് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന മൗലൂദും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.